പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് 6 മാസങ്ങൾക്ക് മുൻപ്, അതായത് ഇന്ത്യൻ സൈന്യം 6 മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾക്കൊക്കെ പ്രതികാരമായി അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾക്ക് പാക് സംഘടനകൾ കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു പ്രതികാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ വീണ്ടും ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ലഷ്കർ-എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒന്നിക്കുന്നു. ഭീകര സംഘടനകളെ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ISI എന്ന് പറയുന്ന ചാരസംഘടന. അങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തി വളരെ കൃത്യമായിട്ടുള്ള ചാവേർ ആക്രമണങ്ങൾക്ക് അടക്കമുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ അതീവ ജാഗ്രതയിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുന്ന ഈ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഭീകരാക്രമണത്തിലുള്ള സാധ്യതയെ ഇനി തള്ളിക്കളയാൻ കഴിയില്ല. ലഷ്കർ-എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്തുകൊണ്ട് ഒരു പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം എന്ന് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ താഴ്വരയിൽ, അതായത് കാശ്മീർ താഴ്വരയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സിന്ദൂർ ഓപ്പറേഷൻ, നമുക്കറിയാം, സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭീകരർക്ക് കനത്ത നാശനഷ്ടം വരുത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അത്രത്തോളം വലിയ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ഒപ്പം തന്നെ അതുവഴി ആ ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭീകരർക്ക് കനത്ത നാശനഷ്ടം വരുത്തുവാനും സൈന്യത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും